1927 മദ്രാസ് സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മഹത്തായ ആശയം മുന്നോട്ടുവച്ചു. ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കണം എന്നവർ പറഞ്ഞു. അതിനുശേഷം 1928 മോത്തിലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പ്രവർത്തിച്ച നെഹ്റു കമ്മിറ്റിയാണ് ഒരു അവകാശ പത്രികയുടെ ആവശ്യകത ഉയർത്തിപ്പറഞ്ഞത്. പൗരന്മാർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങൾ വേണമെന്ന് അവർ ശുപാർശ ചെയ്തു. ഈ ആശയം കൂടുതൽ ശക്തമായി രൂപം കൊണ്ടത് 1931 കറാച്ചി സമ്മേളനത്തിലായിരുന്നു. ആ സമ്മേളനത്തിൽ മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കി. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്വാതന്ത്ര്യം നേടിയ ശേഷം ഈ സ്വപ്നം യാഥാർത്ഥ്യമായി. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗമായ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തി. ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ മൗലികാവകാശങ്ങളുടെ എണ്ണം 7 അവയിൽ ഒന്നായിരുന്നു സ്വത്തവകാശം. എന്നാൽ 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. തുടർന്ന് ഇത് ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു നിയമാവകാശമായി മാറി. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലികാവകാശങ്ങളാണ് നിലവിലുള്ളത്. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുണ്ട്. എന്നാൽ ഒരു നിയമവും മൗലികാവകാശങ്ങളെ ലംഘിച്ചാൽ കോടതി അതിനെ അസാധുവാക്കും. ഇതിനെ ന്യായപരിശോധന എന്ന് വിളിക്കുന്നു. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ചില മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാം. ആർട്ടിക്കിൾ 19 സ്വമേധയാ സസ്പെൻഡ് ചെയ്യപ്പെടും. ആർട്ടിക്കിൾ 359 പ്രകാരം മറ്റ് ചില അവകാശങ്ങളും സസ്പെൻഡ് ചെയ്യാം. എന്നാൽ ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21 സസ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല.